Hello everyone, welcome back to our channel Shuttu and Mama. അപ്പോൾ ഇതാ ഞാനിപ്പോൾ എണീച്ച് താഴെ വന്നിട്ടേ ഉള്ളൂ. ഷുട്ടു ഇന്ന് എണീച്ചു എൻ്റെ കൂടെ തന്നെ. ഇനിയിപ്പോൾ നമുക്ക് ബ്രഷൊക്കെ ചെയ്യണം, എന്താ പറയുക, ഒന്ന് ഫ്രഷപ്പ് ആവണം. ഇന്ന് നമുക്ക് രാവിലെ ദോശയാണ്. ദോശ എന്താ കറി എന്നുള്ളത് നോക്കണം. പിന്നെ അപ്പോൾ അമ്മ മൊത്തമായിട്ട് ചുട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്തായാലും ഫ്രഷ് ആവട്ടെ, ബ്രഷ് ചെയ്തിട്ട് വരാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഡെയിലി വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അത് പറയാൻ മറന്നുപോയി. ഓക്കെ, അപ്പോൾ ഇതാ അങ്ങനെ എൻ്റെ ചായ ഇവിടെ റെഡി ആവുന്നുണ്ട്. അമ്മയും ചായ കുടിച്ചിട്ടില്ല, അപ്പം നമ്മളിപ്പോൾ ചായ കുടിക്കും. അപ്പോൾ ഇതാ നമുക്കിത് മത്തിയാണ് കിട്ടിയിട്ടുള്ളത്. അതിനിപ്പോൾ നോക്കിയിട്ട് എന്തെങ്കിലും ചെയ്യണം. അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ പോയിട്ട് ചായ കുടിക്കട്ടെ. അങ്ങനെ ഷുട്ടൂപ്പി ഇത് രാവിലെ തന്നെ പാട്ടൊക്കെ കേട്ട് നല്ല എനർജറ്റിക്കായിട്ട് ഇരിപ്പുണ്ട്. ഞാനപ്പോൾ നേരെ പോയിട്ട് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. നമുക്കിന്ന് ദോശയും ചെറുപയർ കറിയായിരുന്നു. അങ്ങനെ ഞാൻ ചായയും കുടിച്ച് നേരെ ദോശ ചുടാൻ പോയി. അമ്മ ഫുള്ളായിട്ട് ചുട്ടിട്ടുണ്ടായിരുന്നില്ല, കാരണം നമ്മൾ ചുട്ട് വെച്ച് പിന്നെ തണിഞ്ഞു പോകുമല്ലോ. അതുകൊണ്ട് ഞാൻ കുട്ടപ്പനെ ഓറ് കുളിക്കുമ്പോഴത്തേക്കും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴേക്കും ഞാൻ ദോശ എടുത്ത് ഷുട്ടൂന് അച്ചാച്ചൻ ദോശ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവളും അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് അതൊക്കെ കുടിക്കുമ്പോഴേക്കും ഞാൻ ദോശ ചൂടാമെന്ന് വിചാരിച്ചു. നമുക്കിന്ന് മത്തിയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അമ്മ അപ്പോഴേക്കും അത് ക്ലീനാക്കാമെന്ന് പറഞ്ഞ് പുറത്തേക്ക് പോയിട്ടുള്ളത്. എല്ലാ ദിവസവും ദോശയൊന്നും ആയിരിക്കില്ല, നിങ്ങൾ വീഡിയോസ് കാണുന്നതല്ലേ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറിയും തിരിഞ്ഞും ഉണ്ടാക്കും. പക്ഷെ നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് വീട്ടിൽ ഈ ദോശ എന്ന് പറയുന്നത്. അപ്പോൾ അമ്മ മീൻ മുറിക്കുന്നതിന് നോക്കിയിട്ട് നമ്മൾ ഇവിടുത്തെ കാത്തു ഇരിപ്പുണ്ട് കേട്ടോ. ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു പോയി, എന്താ അറിയില്ല. ഞാൻ അമ്മയുടെ അടുത്ത് പറയായിരുന്നു ഇത് ഭയങ്കരമായിട്ട് മെലിഞ്ഞു എന്ന്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ കുറച്ച് പാത്രമൊക്കെ കഴുകാനുള്ള അതൊക്കെ കഴുകിയേക്കാന്ന് വിചാരിച്ചു. പോയിട്ട് ഫിഷ് കഴിക്കാൻ പോയിട്ട് ചുട്ടു ഞാൻ പാത്രം കഴുകുന്നതിലിടക്ക് വന്ന് അലമ്പായിക്കൊണ്ടിരിക്കുന്ന വേറൊന്നുമല്ല കേട്ടോ. അവിടുന്ന് അമ്മ മീൻ മുറിച്ചിട്ട് അങ്ങ് എടുത്തിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അവൾക്ക് പൂച്ചനെ കാണണം എന്ന് പറഞ്ഞിട്ടുള്ള ബഹളം വെക്കലായിരുന്നു ഭയങ്കരമായിട്ട്. അതാ കാക്കുണ്ട് എൻ്റെ പോലും. ആ കാണിച്ചു തരാം. ഞാൻ നീ ചുട്ടുവിന് കാണിച്ചു കൊടുക്കുവാ. ചുട്ടു ചായ കുടിച്ചാ? ദോശ തിന്നെന്ന് പറഞ്ഞിട്ട് ദോശ തിന്ന് പറഞ്ഞ് ദോശ തിന്ന് ചെറുപ്പാട് തിന്ന്. ചിച്ചി ഒന്ന് ചിച്ച്. അതോ ഓതോ കണ്ട 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 നമ്മളെ മത്തി റെഡി. പച്ചക്കറി വെച്ചിട്ട് പൊരിക്കലാമ മത്തി. പച്ചക്കറി എന്തെങ്കിലും ആക്കിയിട്ട് ഫിഷ് ഫ്രൈ ആക്കാന്ന് വിചാരിക്കുന്നു. വേറെ എന്തെങ്കിലും കിട്ടുമോ നോക്കട്ടെ. എന്നാ നമുക്ക് ഉപ്പേരി ആക്കാനില്ലേ? ആ, ഇന്നലത്തെ പയറ് ബാക്കിയില്ല. അപ്പം അതൊക്കെയാണ് ഇന്നത്തെ ലഞ്ച് പ്രിപ്പറേഷൻസ്. നമ്മളെന്തായാലും ആക്കുമ്പോൾ കാണിക്കാം. പാത്രം കഴുകൽ പരിപാടിയെല്ലാം കഴിഞ്ഞ ശേഷം ഞാൻ പിന്നെ നേരെ കട്ടിങ്ങിലേക്ക് കടന്നു. ഞാൻ എല്ലാം പിന്നെ മുറിച്ചിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് നമുക്ക് ഇന്നലത്തെ ബാക്കി പയറുണ്ടായിരുന്നു, അപ്പോൾ അത് ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കറിയായിട്ട് അമ്മ ഒരു ഡ്യൂപ്ലിക്കേറ്റ് സാമ്പാർ വെക്കാമെന്ന് പറഞ്ഞു. ഡ്യൂപ്ലിക്കേറ്റ് സാമ്പാർ എന്ന് പറയുന്നത് വേറൊന്നും കൊണ്ടല്ല കേട്ടോ, നമ്മളെല്ലാ കഷ്ണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, ഉള്ള കുറച്ച് കഷ്ണങ്ങൾ വെച്ചിട്ട് ചെറിയൊരു സാമ്പാർ പോലെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു അമ്മ. അപ്പോൾ പിന്നെ ഞാൻ അതും കൂടെ എല്ലാം കട്ട് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. അതിലിടയ്ക്ക് ഇന്ന് ചുട്ടുപ്പി ഭയങ്കര അലമ്പായിരുന്നു. ആൾക്ക് പാട്ട് കേൾക്കണം, ഫോൺ വേണമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓരോ വാശിയിലായിരുന്നു. അപ്പോൾ അച്ചാച്ചൻ അവളെ എടുത്ത് ഫിഷിനൊക്കെ കാണിക്കാൻ കൊണ്ടുപോയി. ഞാനിപ്പോൾ കയ്യിൽ കൊടുക്കാത്തതുകൊണ്ട് വലിയ കുഴപ്പമില്ലായിരുന്നു ആദ്യമൊന്നും. പക്ഷെ ഇപ്പം കുറച്ച് വാശി കൂടി വരുന്നുണ്ട്, ഫോൺ വേണം എന്നുള്ള നിർബന്ധത്തിൽ. അങ്ങനെ ഇതാ കുറേ കഴിഞ്ഞപ്പോൾ പിന്നെ അമ്മേൻ്റെ തോളിൽ കയറി. നമുക്ക് കുറച്ച് വെള്ളരിക്ക, പിന്നെ ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, പിന്നെ കുറച്ച് വെണ്ടക്ക, പിന്നെ മുരിങ്ങക്കായ്, അങ്ങനെ കുറച്ച് ഐറ്റംസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇന്ന് സാമ്പാറിന്. അപ്പോൾ ഉള്ളത് വെച്ച് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കാരണം നമുക്ക് വിചാരിച്ച പോലെ നല്ല മീനൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. 2 days ആയിട്ട് നമുക്ക് അങ്ങനെ നല്ല മീനൊന്നും വരുന്നില്ല. ഇന്നാണ് മീൻ വന്നത് ആക്ച്വലി. പിന്നെ മീൻ വന്നിട്ടേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനതൊക്കെ വേഗം കട്ട് ചെയ്ത് വെക്കാം, പിന്നെ എന്നിട്ട് ഷുട്ടൂനെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളെ കറിക്കും ഉപ്പേരിക്കും വേണ്ടുന്ന സാധനങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ പോയിട്ട് കുറച്ച് പാത്രം കഴുകാനുണ്ട്, പാത്രം കഴുകിയിട്ട് വരാം. ഇല്ല
പിന്നെ ചുട്ടൂനെ പാല് കുടിക്കാലോ നമുക്ക്. പാല് പാല് പാല്. ആ ഞാൻ പാല് ചൂടാക്കി കൊടുക്കട്ടെ. അയ്യോ അയ്യോ കൈ കുത്തറേ. നീ കൊതിച്ച് പെണ്ണാന്നിട്ട് ചുട്ട കൊതിച്ച് പെണ്ണാ. ചുട്ടാക്ക് പാല് ചൂടാക്കണേ. ചൂടാക്കാണ്ട് കുടിക്കില്ല. അങ്ങനെ ചുട്ടുവിൻ്റെ പാലൊക്കെ ചൂടാക്കി തണിയാൻ വെക്കുമ്പോഴേക്കും ഞാൻ എന്നാൽ പിന്നെ ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ അപ്പുറത്ത് നേരെ കുക്കറിൽ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴേക്കും ഇത് ഞാൻ കുക്ക് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതും ഒരു സൈഡിലേക്ക് സെറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ ഷുട്ടുപ്പിൻ്റെ പാലൊക്കെ നന്നായിട്ട് തണിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് അവൾക്ക് അവിടെ ഏച്ചിമാരെല്ലാം ഡാൻസിന് പോയതുകൊണ്ട് ആരും കളിക്കാനുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാനുള്ള ഒരു ചാട്ടവും ഉണ്ട്. കളിക്കാൻ ആരും ഇല്ലാത്തതിൻ്റെ ഒരു മൂഡ് ഓഫും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതൊക്കെ കൊടുത്ത് അച്ഛൻ കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അതൊക്കെ കൊടുത്ത് സെറ്റാക്കാൻ വിചാരിച്ചു. അപ്പോൾ ഇത് അച്ചാച്ചനും മോളും കൂടി പൂച്ചേനെ നോക്കിക്കൊണ്ട് പാല് കുടിക്കുന്നുണ്ട്. വേഗം കുടിച്ചോ. അപ്പം നമ്മൾ കുറച്ച് കറിവേപ്പില ഹണ്ടിങ്. കറിവേപ്പില ഏതില നല്ല ഉള്ളത്? ആ യെസ് കിട്ടി ഗൈസ്. അങ്ങനെ കറിവേപ്പിലയിലും പറിച്ച് വരുമ്പോഴേക്ക് അമ്മ ഇതാ നമ്മളെ മത്തിക്കുട്ടന്മാരെ ഫുള്ളായിട്ട് വരഞ്ഞ് സെറ്റാക്കി മസാലയൊക്കെ പെരക്കി വെച്ചു. അപ്പോഴേക്കും നമ്മുടെ സാമ്പാറിന് വേണ്ട കഷ്ണങ്ങളെല്ലാം വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. വേഗം കഴിക്കേ. കടിച്ച് കാണിച്ചു കൊടുത്തിട്ട് അവർക്ക് അങ്ങനെയല്ല പഴം കടിച്ചിട്ട്. വെരി ഗുഡ്. അപ്പം നമ്മളൊന്ന് പെട്ടെന്ന് റെഡി ആയിട്ട് ഒന്ന് ചക്കരക്കല്ല് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. കുറച്ച് അല്ലറ ചില്ലറ സാധനം ഞാൻ ഷൂട്ടിന് വാങ്ങിക്കാൻ വിട്ടുപോയി. അത് വാങ്ങണം. പിന്നെ ഇത് എന്താ പറയുക, അമ്മേൻ്റെ ബ്ലൗസ് ഒന്ന് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കാനുണ്ട്. അപ്പം നമ്മൾ പെട്ടെന്നൊന്ന് റെഡി ആയിട്ട് വേഗം ഓടിപ്പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. ഷുട്ടു പിന്നെയും റെഡിയാക്കട്ടെ, ഞാനും റെഡി ആവട്ടെ. ഇതാ ഓക്കെ. അങ്ങനെ ഇതാ ഷുട്ടുവാവി അമ്മയും റെഡിയായി, അച്ഛയും റെഡിയായി അല്ലേ. അമ്മമ്മ റെഡിയാവുന്നുണ്ടല്ലേ. ഇതാ വേർത്ത് കുളിച്ചിട്ട് അമ്മയും കൂടെ റെഡി ആയിട്ട് പിന്നെ നമ്മൾ പോവും. നമ്മൾ ചോറും കറിയെല്ലാമായി. ചോറ് തിന്നാനാകുമ്പോഴത്തേക്ക് എത്താമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓക്കെ, നമുക്ക് പോകുന്ന വഴി കാണാം. അച്ഛ അത് വെച്ച് തരുമോ? കാട് ചക്കരക്കല്ല് എത്തിയിട്ട് പാവക്ക് കോക്കോമേലം വെച്ച് കൊടുക്കണേ അച്ഛാ. നമ്മൾ പോകുന്ന നോക്കി നമ്മൾ പോനാനീന്ന് വരാം. അങ്ങനെ നമ്മൾ ചക്കരക്കല്ലെത്തി. ഷുട്ടൂപ്പീനെ വണ്ടിയിൽ തന്നെ ആക്കിയിട്ടാണ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. അമ്മയ്ക്ക് ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കാനുണ്ടായിരുന്നു. അപ്പം ഞാനും അമ്മയും കൂടെ കുറേ നാളിന് ശേഷമാണ് ഇങ്ങനെ ചക്കരക്കല്ല് കൂടി ഇങ്ങനെ നടന്നിട്ടൊക്കെ പോകുന്നത്. ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. കുറേ നാളായിരുന്നു. പിന്നെ നമ്മൾ ഷുട്ടൂപ്പിക്ക് ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ ലൈമും വാങ്ങിച്ചു. വണ്ടിയിൽ പോയി അത് കുടിച്ച് നേരെ പിന്നെ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. നമുക്ക് പപ്പടം തിന്നാം. ഐസ്ക്രീം പപ്പടം തിന്നു. അങ്ങനെ നമ്മളിതാ വീട്ടിലേക്ക് എത്തി. പിന്നെ നമ്മൾ ചോറ് തിന്നതിനൊക്കെ മുന്നേ പോയതുകൊണ്ട് തന്നെ ആ പണി വേഗാടെ തീർന്നു. ഇനിയിപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് അങ്ങനെ ചോറൊക്കെ കഴിച്ച് ആ ഒരു ക്ഷീണത്തിൽ പോകേണ്ട പണിയൊന്നും ഇല്ലല്ലോ. അപ്പം ഞാൻ പിന്നെ ഷുട്ടൂന് നേരെ ചോറ് കൊടുക്കാമെന്ന് വെച്ചു. അവൾ കൊടുത്തിട്ട് വേണമായിരുന്നു നമുക്കും കഴിക്കാൻ വേണ്ടിയിട്ട്.
ഇന്ന് അധികം വലിയ താല്പര്യമൊന്നും കാണിച്ചിട്ടില്ല ആൾ. ലൈമ് കുടിച്ചുകൊണ്ടാണോ എന്താണെന്ന് അറിയില്ല. കുറേയൊക്കെ പറഞ്ഞു. പിന്നെ ഫോൺ കയ്യിൽ വേണമെന്നുള്ള വാശിയിലായിരുന്നു. അപ്പം ഞാൻ ഒന്നും രണ്ടൊക്കെ പറഞ്ഞ് പാട്ട് അവിടെ വെച്ച് കൊടുത്ത് കാണിക്കാണ്ട് ഞാൻ തിരിച്ചൊക്കെ വെച്ച് കൊടുത്തു. പക്ഷേങ്കിൽ കുറച്ചൊരു വാശിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ആൾ ഞാൻ ഒന്നും രണ്ടും പറഞ്ഞ് ഫോൺ കഴിച്ച് കഴിഞ്ഞാൽ തരുന്നൊക്കെ പറഞ്ഞപ്പോൾ അവളങ്ങ് കഴിച്ചു നന്നായിട്ട്. അങ്ങനെ ചുട്ടൂനും കൊടുത്തു കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ ചോറ് കഴിക്കാൻ പോയി. അങ്ങനെ നമ്മളൊക്കെ ചോറ് കഴിച്ച് റെസ്റ്റ് ചെയ്ത് പിന്നെ ഈവനിങ് ആകുമ്പോൾ കുട്ടപ്പം പോകുമെന്ന് പറഞ്ഞു. രാവിലെ പോകാൻ നിന്നെയാണ്, പിന്നെ ചോറ് കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ പോയില്ല. അച്ഛൻ പോയി. ഉറങ്ങാ നമുക്ക്. അച്ഛ പോയില്ലേ? അങ്ങോണ്ട ഇങ്ങാന്ന് ഉറങ്ങ. ചിക്കു അല്ലല്ലോ അത് തലാണല്ലേ. നമ്മൾ ഉറങ്ങാൻ പോവാനേ. ഷുട്ടു ബേബിക്ക് ഉറക്ക് വരുന്നുണ്ട്. അപ്പം നമ്മൾ പാല് കുടിച്ചിട്ട് നമ്മൾ ചോറൊക്കെ തിന്ന് ഫുള്ളായി കുമ്പേലോ. ഇനിയിപ്പോൾ നമ്മൾ ഉറങ്ങാൻ പോകുന്ന പറ. ഉറങ്ങട്ടെ നമ്മൾ ഉറങ്ങി എണീച്ചിട്ട് കാണാമേ. അയ്യോ, ട്രൗസർ എല്ലാം കൂടി തലയിൽ കൂടിയാണ് ഇടുന്നത്. അങ്ങനെ ഇതാ നല്ല അടിപൊളി ഉറക്കമൊക്കെ കഴിഞ്ഞിതാ നമ്മൾ ഷൂട്ടൂപ്പി കൂട്ടനെ എണീച്ചിട്ടുണ്ട് അല്ലേ? ഓക്കെ. ഷുട്ടുവാവ എണീച്ചിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ചായ കുടിക്കണം. നമ്മളെ അച്ഛ ഇന്ന് പോകൂ അല്ലേ ഷുട്ട? അച്ഛ ഇന്ന് പോവല്ലേ? അച്ഛ മുക്കാടി പോകുന്നല്ലേ? അപ്പം നമ്മൾ എന്തായാലും പോയിട്ട് ചായൻ്റെ പരിപാടിയെല്ലാം നോക്കട്ടെ. അപ്പം നമ്മൾ നേരത്തെ ചക്രക്കല്ല് പോയപ്പം അടിപൊളി സ്വീറ്റിക്സ് നല്ല സൂപ്പർ പപ്സ് വാങ്ങി തന്നിട്ടുണ്ട്. അപ്പം എന്തായാലും ഞാൻ ചായ വെച്ചിട്ട് പപ്സ് എല്ലാം തിന്നട്ടെ. അത് കഴിഞ്ഞ് ചായയെല്ലാം കുടിച്ച് കഴിയുമ്പോൾ ഇപ്പോൾ കുട്ടപ്പം പോവും. അപ്പം എന്തായാലും ഞാൻ ചായ വെച്ച് കൊടുക്കട്ടെ. അങ്ങനെ നമ്മൾ പപ്സ് ചായയെല്ലാം കുടിച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതാ കുട്ടപ്പൻ ഇറങ്ങാൻ പോവാന്ന്. ഷുട്ടുവെല്ലാം മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഇതാ കുട്ടപ്പം പോകുന്നതുകൊണ്ട് തന്നെ എല്ലാവരും കൂടെ ഇറങ്ങി മുറ്റത്ത് നിന്നിട്ടുണ്ട്. അച്ചാച്ചനും അമ്മമ്മയും കൂടെ അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ കൊപ്പരയൊക്കെ വാരി വെക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം മോൾ സെറ്റാക്കി ഇതാ വണ്ടിയൊക്കെ എടുത്ത് വെച്ച്, 2 വണ്ടി ഉള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തിടണമായിരുന്നു. അങ്ങനെ ഇതാ എല്ലാം വെച്ച് കഴിഞ്ഞ് കുട്ടപ്പൻ ഇറങ്ങലായി. ഇനിയിപ്പം നമുക്ക് 10-നും 11-നും 2 കല്യാണങ്ങളുണ്ട്. അതാകുമ്പോഴേക്കും വരാമെന്ന് പറഞ്ഞു ആൾ. അങ്ങനെ അതുവരെ നമ്മളിവിടെ സ്റ്റേ ആണ്. മോള് ടാറ്റയും ബായും ഒക്കെ പറഞ്ഞ് അച്ഛനെ പറഞ്ഞു വിട്ടു. ഇനിയിപ്പോൾ ഷുട്ടൂനൊന്ന് എണ്ണ തേപ്പിച്ച് കുളിപ്പിക്കണം. 2 ദിവസമായി തലയിൽ എണ്ണയൊക്കെ തേച്ചിട്ട്. അപ്പോൾ ആ പരിപാടിയിലേക്കാണ് ഇനി കടക്കാനുള്ളത്. ഞാനിതാ കുട്ടപ്പം പോയി. ഇനിയിപ്പോൾ ഞാനൊന്ന് ഷുട്ടൂന് എണ്ണ തേപ്പിച്ച് കുളിക്കാനുള്ള പരിപാടി നോക്കട്ടെ. അവളെ കുളിപ്പിച്ചിട്ട് വേണം എനിക്ക് കുളിക്കേ. അപ്പോൾ അവളെ എണ്ണ തേപ്പിക്കട്ടെ. എടാ വാടാ. മതി, കുളിപ്പിക്കൂലേ ഇപ്പോ? ഞാനത് സ്ലിപ്പാവണ്ട. നമ്മളെ ഷുട്ടു ബേബിനെ കാണിക്ക് ഷുട്ടു. നോക്കട്ടെ, ഈ നോക്ക്. ഷുട്ടുപ്പ കുളിച്ചു. ഇനി നമ്മൾക്ക് ക്യാരറ്റ് കഴിക്കണോ? ഇന്നണോ? ഇനി വാ, ക്യാരറ്റ് തിന്നാലോ നമുക്ക്. അതാ 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 ഇങ്ങോട്ടേക്ക്. നല്ല കാറ്റുണ്ട്. ഓ, വലിയ മഴ വരുന്നുണ്ട് കാശ്. നമുക്ക് മഴ മിക്കവാറും പെയ്യൂല. മഴേനെ കാറ്റ് കൊണ്ടുപോകുന്ന തോന്നുന്നത്. ബട്ട് നല്ല ക്ലൈമറ്റ്. ഇത് ഞാൻ നേരത്തെ ക്യാരറ്റും ഡേറ്റ്സും കൂടെ വേപ്പിച്ച് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന സംഭവമാണ്. അപ്പോൾ അതൊക്കെ കൊടുക്കുമ്പോഴേക്കും പുറത്ത് നല്ല അടിപൊളി മഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നോക്കി ഷുട്ടൂനെ ഞാൻ ഇതൊക്കെ കുടിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ നേരെ പോയിട്ട് കുളിക്കാമെന്ന് വിചാരിച്ചു. ഏച്ചുമാരെല്ലാം ഡോറടിച്ച് ഷുട്ടു കണ്ടോ? മഴ കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഇറങ്ങാനൊന്നും പറ്റില്ല, മഴയാണ്. എന്നാ അപ്പം ഇതാ പുറത്ത് നല്ല ചെറിയൊരു ഇടിയുണ്ട്, നല്ല മഴയും ഉണ്ട്. എൻ്റെ കുളിയൊന്നും കഴിഞ്ഞിട്ടില്ല. ഷുട്ടൂക്കിനെ കുളിച്ച് ഞങ്ങൾക്ക് ക്യാരറ്റെല്ലാം കൊടുത്ത് സെറ്റാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എനിക്ക് പോയി ഒന്ന് കുളിക്കണം. അപ്പം എന്തായാലും ഞാൻ പെട്ടെന്ന് പോയിട്ട് കുളിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ കാണാം. ഓക്കെ. അപ്പോൾ ഞാൻ ഇതാ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞെത്തി. ജസ്റ്റ് സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ ചെയ്തു. ഞാൻ ഇനി തല കുളിച്ചില്ല. ഇപ്പം നോക്കിയിട്ട് നാളെ കുളിക്കണം. ഇന്ന് മഴയായതുകൊണ്ട് പെട്ടെന്ന് തന്നെ കുളിച്ച് വേഗം ഇറങ്ങി. ഇനിയിപ്പോൾ ഇവിടെ വിളക്കെത്തിക്കാനുള്ള പരിപാടിയെല്ലാം നോക്കുന്നുണ്ട്. എനിക്ക് പീരിയഡ്സ് ആയതുകൊണ്ട് തന്നെ ഞാൻ അങ്ങോട്ടേക്ക് പോവില്ല. അപ്പം ഞാൻ വിചാരിച്ചു ജസ്റ്റ് നമ്മളെ ബുക്കൊന്ന് വാങ്ങിക്കാമെന്ന്. കുറേ ആയി ഞാൻ ആക്ച്വലി ഇത് വാങ്ങി വെച്ചിട്ട് ഞാൻ ഹാഫ് പോലും എത്തിയിട്ടില്ല. സാധാരണ ഞാൻ വാങ്ങിച്ചാൽ പെട്ടെന്ന് തീർക്കുന്നതാണ്. പക്ഷെ എനിക്കത് തീർക്കാൻ പറ്റുന്നില്ല ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ. ഞാൻ വിചാരിച്ചു കുറച്ച് ഇവിടെ ഇരുന്ന് ഇപ്പോൾ വായിക്കാമെന്ന്.
ഷുട്ടു എന്തായാലും അച്ഛൻ്റെ അമ്മേൻ്റെ അടുത്ത് വിളക്കത്തിക്കുന്നിടത്താണ് ഉള്ളത്. ഞാൻ കുറച്ച് വായിക്കട്ടെ. ഇവിടെ നല്ല ഇടിയും മഴയാണ്, നിങ്ങൾക്ക് സൗണ്ട് കേൾക്കുന്നുണ്ടാവും. അപ്പോൾ എന്തായാലും ഞാൻ ബുക്ക് വായിക്കട്ടെ. ഞാനൊരു ഇൻട്രസ്റ്റോടു കൂടി വായിക്കാൻ തുടങ്ങിയാൽ പിന്നെ ഫുള്ളായിട്ട് ഇങ്ങനെ വായിച്ച് തീർക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ ഇപ്പം എനിക്ക് അങ്ങനെ വായിച്ച് തീർക്കാൻ പറ്റാറില്ല. അതുകൊണ്ടാണ് ഈ ബുക്കൊക്കെ ഇങ്ങനെ ഭയങ്കര സ്ലോ ആയിട്ട് തീരുന്നതും ഞാൻ പിന്നെ വായിക്കാൻ മടി കാണിക്കുന്നതും. എന്നാലും ടൈം കിട്ടുമ്പോഴെല്ലാം വായിച്ച് കുറച്ചൊന്ന് പകുതിയാക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഇപ്പോൾ ഈ ബുക്ക് വായിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ വിളക്കത്തിക്കലും പരിപാടി എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ഇവിടെ ഒരു 7 മണി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ അച്ഛൻ ഡിന്നർ കഴിച്ചു. ഇവിടെ എല്ലാവരും പെട്ടെന്ന് വേഗം ഡിന്നർ കഴിക്കുന്ന ആൾക്കാരാണ്. അപ്പം ഞാനും പോയിട്ട് ഡിന്നർ കഴിക്കട്ടെ. എനിക്ക് ദോശയും ഉച്ചക്കലത്തെ സാമ്പാറും കഴിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പം എന്തായാലും ഞാൻ പോയിട്ട് കഴിക്കട്ടെ. അച്ഛനും അമ്മയും ചോറ് തന്നെയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്ന് നമ്മൾ വേറെ ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ രാവിലത്തെ ദോശയും നമ്മളെ സാമ്പാറും കൂടി എടുത്ത് കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇത് അച്ചാച്ചനും മോളും കൂടി ഇരുന്ന് കളിക്കുന്നുണ്ട്. ഇനിയിപ്പം കുറച്ച് സമയം ടി വി ടൈമാണ് അമ്മമ്മക്ക്. അപ്പം ഞാൻ കറണ്ട് ഉണ്ടായിരുന്നില്ല. നമ്മൾ ഇപ്പം കറണ്ട് വന്നപ്പോൾ ഞാനൊന്ന് വെച്ച് കൊടുത്ത് സെറ്റാക്കാമെന്ന് വിചാരിച്ചു. ഇനി പിന്നെ നമുക്ക് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, എല്ലാം കഴിഞ്ഞു. നമ്മുടെ 7 മണിയുടെ ഡിന്നറും കൂടെ കഴിഞ്ഞാൽ രാത്രിയത്തെ പരിപാടി എല്ലാം കഴിഞ്ഞു. പിന്നെ കുറച്ച് പാത്രം കഴുകാനും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഇതാ ഷുട്ടൂപ്പി നല്ല അടിപൊളിയായിട്ട് കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി അവൾക്ക് കുറച്ച് ചോറ് കൊടുക്കണം രാത്രിയിലത്തെ. ബാബുക്ക് ചോറ് തിന്ന നമുക്ക് ചോറ് തിന്നിട്ട് അപ്പത്ത് കൊണ്ടേ ചോറുന്നാ ഉള്ളത് ആരുണ്ടോ? ലൈറ്റ് ഇടണ്ടപ്പാ. ഡാഡി ഷാക്ക് ഡാഡി ഷാക്ക്. അപ്പൊ നമ്മളെല്ലാ പരിപാടിയും കഴിഞ്ഞ് മേലെ എത്തിയിട്ടുണ്ട്. സമയം അത്രേ ആയിട്ടുള്ളൂ. പക്ഷെ അച്ഛനും അമ്മയും പറയട്ടെ, അച്ഛനും അമ്മയും നേരത്തെ കിടക്കുന്നോണ്ട് നമ്മൾ രണ്ടാളും മേലെ വന്നു. ഇനിയിപ്പോ ഇവള് കൊറേ നേരം കളിക്കും. ഡാഡി ഷാക്ക് മാല പൊട്ടിക്കണ്ട, ആളെ വിട്ടേ. അയ്യോ. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് ഇത്രയൊക്കെ പരിപാടി ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇന്ന് കുറച്ചൊരു എന്താ പറയാ സ്ലോ ആയിട്ടുള്ള ഒരു ദിവസമായിരുന്നു. അപ്പൊ എല്ലാവരും എന്തായാലും വീഡിയോ കാണുക. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. നമ്മൾ നാളത്തെ ഡെയിലി വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. അപ്പൊ അതുവരെ ടാറ്റ, ബൈ ബൈ. ബൈ ബൈ. ഗുഡ് നൈറ്റ് പറ.